അസ്സലാമു അലൈക്കും. ഈ ലോകത്ത് നമ്മൾ എല്ലാം എന്തിനാണ് ജീവിക്കുന്നത്? അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാനാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണോ എന്നതാണ് പ്രധാന ചോദ്യം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അടിമ ആരാണ്? അവർക്കുള്ള അടയാളങ്ങൾ എന്താണ്? ആദ്യത്തെ അടയാളം, എല്ലാവരും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അള്ളാഹു പറയുന്നു, എനിക്ക് ഭൂമിയിൽ ചില അടിമകളുണ്ട്. എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. അവർ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവരെ ഓർക്കുന്നു. അവർ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. എല്ലാവരും പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ സമയം എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടോ, അവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ. ആ സമയത്ത് ചെയ്യുന്ന ദുആകൾ അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ പാപങ്ങൾ എല്ലാം അള്ളാഹു മാപ്പാക്കി തരും. അവരെ അള്ളാഹു എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കും. രണ്ടാമത്തെ അടയാളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്തെങ്കിലും വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ക്രൂരമായി ചാട്ടുവാർ കൊണ്ട് അടിക്കുകയായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കെട്ടിയിട്ടിരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ യജമാനനോട് വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വഴി വന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ സഹായിക്കണേ നബിയെ. അങ്ങനെ യജമാനൻ ഒട്ടകത്തിന്റെ മൂത്രം എടുത്ത് ബിലാലിന്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ബിലാലെ, നീ ഇത് കുടിക്കു ബിലാലെ. നീ ഇന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ എന്റെ കൈകൊണ്ട് ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം എടുത്ത് നിന്റെ വായിൽ ഒഴിച്ചു തരാം. ഇത് കേട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കുകയുണ്ടായി. നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ സ്വർഗത്തിൽ കയറാം. എന്തെങ്കിലും വിപത്തുണ്ടാവുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സുള്ളവരെ അല്ലാഹു തആലാക്ക് ഒരുപാട് ഇഷ്ടമാണ്. 3. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമയുടെ അടുത്ത അടയാളമാണ് ഇഖ്ലാസ്, ശുദ്ധമായ നിയ്യത്ത്. അവൻ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും മനുഷ്യരെ കാണിക്കാനല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ്. നിസ്കാരം, സദഖ, നോമ്പ് എല്ലാം ആളുകൾ എന്തു പറയും എന്നതിനല്ല, അള്ളാഹു സന്തോഷിക്കുമോ എന്ന ചിന്തയോടെ വേണം ചെയ്യാൻ. 4. നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. നിസ്കാരം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ തൂണാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുകയും ശ്രദ്ധയോടെ നിർവഹിക്കുകയും ചെയ്യും. സുബ്ഹി നിസ്കാരത്തിന് ഉറക്കം വിട്ട് എഴുന്നേൽക്കുന്നവനെ അല്ലാഹു തആലാക്ക് വളരെ ഇഷ്ടമാണ്. 5. വിനയം. അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമ നല്ല വിനയത്തോടു കൂടിയാണ് എല്ലാവരോടും പെരുമാറുക. അവൻ സമ്പത്ത്, സൗന്ദര്യം, പദവി ഇതൊന്നും കൊണ്ട് അഭിമാനം കാണിക്കില്ല. മറ്റുള്ളവരെ ആദരിക്കുകയും ചെറിയവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവൻ പരാതിപ്പെടുന്നില്ല. ദുഃഖം വന്നാൽ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം. സന്തോഷം വന്നാൽ അൽഹംദുലില്ലാ എന്ന് നന്ദി പറയുകയും വേണം. 6. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ. അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമ ഹറാം കാര്യങ്ങളിൽ നിന്ന് അകലും. പിശുക്ക്, ഹറാം ദൃഷ്ടി, അന്യായം എന്നിവയെല്ലാം നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. 7. മറ്റുള്ളവർക്കുള്ള കരുണ. അവൻ മനുഷ്യരോടും മൃഗങ്ങളോടും പോലും കരുണ കാണിക്കും. ദരിദ്രരെ സഹായിക്കുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യും. ആരെയും വേദനിപ്പിക്കില്ല. 8. തൗബ, പശ്ചാത്താപം. മനുഷ്യൻ പാപം ചെയ്യാതെ ഇരിക്കാൻ സാധിക്കില്ല. പക്ഷെ അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമ പാപം ചെയ്താൽ ഉടൻ തന്നെ തൗബ ചെയ്യും. അള്ളാഹുവേ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിനയത്തോടെ മാപ്പ് ചോദിക്കും. 9. അള്ളാഹുവിനെ നിരന്തരം ഓർക്കുക, അതായത് ദിക്ർ, സ്വലാത്ത് എന്നിവ ചൊല്ലുക. അവന്റെ നാവിൽ എല്ലായ്പ്പോഴും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഉണ്ടാകും. ഒഴിവു സമയം കളയാതെ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യും. 10. നല്ല സ്വഭാവം.
നല്ല സ്വഭാവമുള്ളവരെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവർ കള്ളം പറയുകയില്ല, വാഗ്ദാനങ്ങൾ പാലിക്കുകയും കോപം നിയന്ത്രിക്കുകയും ചെയ്യും. അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമ ആകുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, സത്യസന്ധമായ മനസ്സും ചെറിയ നല്ല പ്രവൃത്തികളും തുടർച്ചയായി ചെയ്യുന്നതിലാണ്. ഇന്ന് നമ്മൾ കേട്ട ഈ അടയാളങ്ങൾ ഇഖ്ലാസ്, നമസ്കാരം, ക്ഷമ, തൗബ, നല്ല സ്വഭാവം ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് ശീലമുണ്ടാക്കാം. നാളെ മുതലല്ല, ഇന്നു മുതൽ തന്നെ നമുക്ക് മാറ്റം തുടങ്ങാം. ആളുകൾക്കായല്ല, അള്ളാഹുവിനായി ജീവിക്കാം. ഒരു ദിവസം നാം എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അന്ന് അള്ളാഹു നമ്മളെ നോക്കി സന്തോഷിക്കുന്നവരായി മാറുക. അതാണ് നമ്മുടെ വിജയവും ലക്ഷ്യവും. അള്ളാഹുവെ, ഞങ്ങളെ നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കണമേ.